നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കായലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ്. ധാരാളം പ്രത്യേകതകൾ ഉള്ള ഒരു കായലാണ് ഈ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇന്ന് വരെ ആഴം തിട്ടപ്പെടുത്താത്ത ഒരു കായൽ. മറ്റൊരു പ്രത്യേകത, 24 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് കായലുകളെപ്പോലെ ഈ കായലിൽ പുഴകളോ നദികളോ തോടുകളോ ഒന്നും ബന്ധപ്പെടുന്നില്ല. യാതൊരു ഒഴുക്ക് സംഗതികളുമായി ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന 4 വശവും കാടുകൊണ്ട് അനുഗ്രഹീതമായ മനോഹരമായ ഒരു കായലാണ് ഈ കായൽ. പ്രകൃതിയുടെ ഏറ്റവും വലിയ വരദാനമായ കായലുകൾ ഒട്ടുമിക്കയൊക്കെ വളരെയധികം മലിനമായി കൊണ്ടിരിക്കുമ്പോഴും ഇന്നും ഈ കായൽ ഒരു മലിന വസ്തു കൊണ്ട് മലിനമാക്കാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. ആളുകൾ ഇപ്പോഴും കുടിക്കുകയും കുളിക്കുവാനും ഉപയോഗിക്കുന്ന നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജില്ലയുടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കായൽ. ടൂറിസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെങ്കിൽ ടൂറിസത്തിന് വളരെ വലിയ, ഈ ജില്ലയിലെ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു കായലാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ അത്തരം നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ ഈ ബോട്ടും അതുപോലെ ഈ വള്ളങ്ങളും എല്ലാം അത് പ്രൈവറ്റ് സെക്ടറിലെ ആളുകൾ അവരുടെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ചതാണ്. അതിന് തന്നെ എത്രയോ സാധ്യതകളാണത്. അങ്ങോട്ട് നോക്കൂ, ആ ചെറിയ വള്ളത്തിൽ പോലും ധാരാളം ആളുകളാണ് ഈ കായൽ കാണുവാനും കായലിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ചുറ്റുപാടുകളും കണ്ട് ആസ്വദിക്കാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇത്രയും പ്രകൃതിയുടെ അനുഗ്രഹീതമായ ഈ സംഭവത്തെ അതിനാവശ്യമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. ഒരുപക്ഷെ ഉപ്പില്ലാത്ത കായൽ ജലമുള്ള ഏക തടാകം ഇതാണ്. കായലിനോട് ചേർന്ന് തന്നെ മനോഹരമായ മുളങ്കാടും ഇവിടെയുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഉഗ്രൻ സ്ഥലം. ധാരാളം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ക്ഷേത്രം ഒരു വാനര ഭോജനശാല തന്നെ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരക്കി നമ്മളെല്ലാം നെട്ടോട്ടമോടുകയാണ്. എന്നാൽ നമ്മുടെ മൂക്കിന് തുമ്പിൽ കിടക്കുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രം നാം കാണാതെ പോകരുത്. നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണിത്.